നമസ്കാരം, ഞാൻ ചന്ദ്രു ലേമരടിൽ നിന്നും. വൈവിധ്യമാർന്ന ഭക്ഷണ രീതിയിലും ബഹുവിധ സ്വാദുകളിലൂടെയും നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുടെ പുതിയ ലോകത്തേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷിൻ്റെ പേരാണ് കാച്ചിലും കല്ലുമ്മക്കായും. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രത്യേകതരം കാച്ചിലാണ്. നീലക്കാച്ചിൽ, അതായത് ഈ നീലക്കാച്ചിൽ നമ്മൾ സാധാരണ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സ്ത്രീകൾക്ക് ഗർഭകാല സമയത്ത് നീലക്കാച്ചിൽ കഴിച്ചു കഴിഞ്ഞാൽ ഗർഭാശയത്തിന് ബലം കൂട്ടും എന്ന് നാട്ടുവൈദ്യന്മാർ പറയാനുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു നീലക്കാച്ചിലും വളരെ സുലഭമായി കിട്ടുന്ന കല്ലുമ്മക്കായും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു നല്ല ഡിഷ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിലേക്ക് നമുക്കൊന്നൊരു കണ്ണോടിച്ച് നോക്കാം. ഈ നീലക്കാച്ചിൽ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് അതിനെ സ്റ്റീമറിലിട്ട് വേവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇതിൽ മുറിച്ച് അതിൻ്റെ കൂടെ ശകലം വെളിച്ചെണ്ണയും വെള്ളക്കാന്താരിയും കർലീഫ് അത് കൂടിയിട്ടാണ് ഇപ്പോൾ വേവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത്. ഇതിൻ്റെ കൂടെ ഇത് വേവിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കല്ലുമ്മക്കായ് റെഡിയാകും. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിനായി നമുക്ക് ആദ്യം വേണ്ട ചേരുവകൾ ചെറിയുള്ളി, ഇഞ്ചി, പച്ചമുളക്, കല്ലുമ്മക്കായ്, തക്കാളി, കർലീഫ് എന്നുള്ള സാധനങ്ങളാണ്. കുറച്ച് കടുക് പൊട്ടുന്നതിന് അതിൻ്റെ കൂടെ നമ്മൾ ചെറിയുള്ളി, ഇഞ്ചി, പച്ചമുളക് മൂന്നും കൂടി നന്നായിട്ട് വയറ്റുന്നതിനിടെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചെറുതായിട്ടൊന്ന് വയറ്റാനേ ഉള്ളൂ. ഇത് മുളക് പൊടി അതും ചെറുതായി ഒന്ന് വയറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് കല്ലുമ്മക്കായ് ഇതിൻ്റെക്ക് ആഡ് ചെയ്യാം. ഇതിൻ്റെ കൂടെ കുറച്ച് കുരുമുളകും ഉപ്പും ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് കുറച്ച് നേരം ഇനി ഇത് വേവാനായിട്ട് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഏകദേശം വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നന്നായിട്ട് വരട്ടിയെടുക്കണം. എന്നിട്ട് കുറച്ച് കറിവേപ്പില, കുറച്ച് തക്കാളി, ഒന്നുകൂടെ കുറച്ച് നേരം അടച്ചു വയ്ക്കാം. കാച്ചിലിൻ്റെ കൂടെ അല്ലെങ്കിൽ കപ്പയുടെ കൂടെ നമ്മൾ കഴിക്കുമ്പോൾ ഒരു മുളക് ചട്നി സാധാരണയാണ്. വെള്ള കാന്താരി, കുറച്ച് പച്ചക്കാന്താരിയും നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ ഞെരുക്കിയെടുക്കുക. ഇങ്ങനെയാണത് നാടൻ രീതിയിൽ ചെയ്യുക. തൊണ്ടൊന്നും അതിൻ്റെ ഞെട്ടിയൊന്നും കളയാറില്ല. അതുപോലെ തന്നെ ഞെരുക്കുകയാണ് സാധാരണ. ഇതിൻ്റെ കൂടെ കുറച്ച് ഉള്ളി, ചെറിയുള്ളിയും നാരങ്ങയും ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ചമ്മന്തി. ഇത് മിക്സിയിലും ചെയ്യാം, പക്ഷേ ഇത് കൈവച്ച് ചെയ്യുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് വളരെ വ്യത്യസ്തമാർന്ന ഒരു ടേസ്റ്റ് തന്നെയാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർക്കാം. ഇത് ഈ കാച്ചിലിൻ്റെ കൂടെ കഴിക്കാനുള്ള ഒരു നല്ലൊരു ചട്നി. ഇതിൽ നമുക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് സെർവ് ചെയ്യാൻ റെഡിയായി. നല്ല വരട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കാച്ചിലിൻ്റെ കൂടെ ഇത് പ്രസൻറ്റ് ചെയ്യാം. കാച്ചിൽ നല്ലോണം വെന്ത് കഴിഞ്ഞു. ഇതിൻ്റെ ആവിയിൽ ഇപ്പോൾ നല്ല കാന്താരി മുളകിൻ്റെ ഫ്ലേവറും കർലീഫിൻ്റെ വാസനയും നന്നായിട്ടുണ്ട്. ഇത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടല്ല പ്രസൻറ്റ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ വീട്ടിൽ
ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് എല്ലാ വിഭവങ്ങളും പ്രസൻറ്റ് ചെയ്യുന്നത്. എല്ലാ ഭക്ഷണവും സാധാരണ പ്ലേറ്റിലിട്ട് പാത്രത്തിലെടുത്ത് ചോറിൻ്റെ കൂടെ കൂട്ടിക്കഴിക്കുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി മാറിയിട്ട് ഈ രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലുള്ളവർക്കും ഒരിത്തിരി സന്തോഷം ഉണ്ടാവും. വേറൊരു രീതിയിൽ എല്ലാവരും ഭക്ഷണം ഉണ്ടാക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ്. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ ഗാർണിഷ് ചെയ്യുന്നത് കുറച്ച് പപ്പടം, വറുത്ത് വെച്ച പപ്പടം, തേങ്ങ പൂളുകൾ, പിന്നെ ഞാൻ നേരത്തെ ഉണ്ടാക്കിയ കാന്താരി മുളകും ഉള്ളിയും കൂട്ടിയുള്ള നീലക്കാച്ചിലും കല്ലുമ്മക്കായും.